ഹേ ഗൈസ്, നമ്മളിപ്പോൾ മോർ ദാൻ ഒരു വർഷത്തിന് മേളിലായി തോന്നുന്നു മര്യാദക്ക്. ഒരു വർഷമല്ല, 2-3 വർഷമായിരുന്നു തോന്നുന്നു മര്യാദയ്ക്ക് വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത്ര നാൾ എടുക്കാതിരുന്ന വേറെ എന്ന് വെച്ചാൽ സ്റ്റോറേജിൻ്റെയൊക്കെ ആയിരുന്നു. നമ്മുടെ കയ്യിൽ ഫോൺ വളരെ ലാഗുമായിരുന്നു, അതുമാത്രമല്ല സ്പേസും ഉണ്ടായില്ല. അപ്പം നമ്മളിപ്പോൾ 70ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് വ്ളോഗ് എടുക്കാം. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇന്ന് ഓണം കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ ആരുമില്ല, സത്യം പറയാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരുമില്ല. ഇത്രയും നാൾ എന്തോരം ആൾക്കാരായിരുന്നെന്നറിയോ, വീട് നിറച്ച്. അപ്പു ഉണ്ടായിരുന്നു, പിന്നെ അപ്പുറത്തെ ആൻറ്റി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ റൂമെല്ലാം കാണിച്ചു തരാം ഗൈസ്, നോക്കിക്കോട്ടോ. ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരുമില്ല, വീടിൻ്റെ അകത്തത് ആരുമില്ല. അത് റൂമിലേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം, കണ്ടോ, ആരുമില്ല ഗൈസ്. സത്യം പറയാം, എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കായ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ റൂമൊക്കെ ഓരോരുത്തർ കാണിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ റൂം കാണിച്ചിട്ടാണ് ഞാൻ മര്യാദയ്ക്ക് ആകെ ഷോക്കായിട്ട് കിടക്കുമായിരുന്നു. ഞാനത് മര്യാദയ്ക്ക് അടക്കി പെറുക്കിയൊക്കെ വെച്ചായിരുന്നു. അതിനുശേഷം എല്ലാവരും കൂടി കാണിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ എന്നാൾ മേടിച്ച ഇതാണ്, എന്ത് സാധനമാണ് മറന്നും പോയില്ല, ഇതിൻ്റെ പേരെന്ത്? ടെഡി ബിയർ. എൻ്റെ പൊന്നി ഗൈസ്, ഇതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. കിടന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കണം. എന്നാ രസമാണെന്നറിയോ, നല്ല രസമാണ് ഗൈസ്. അപ്പം അതൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി ഗൈസ്. നല്ല ഒച്ചപ്പാടില്ല. 2-3 ദിവസം എനിക്ക് മര്യാദയ്ക്ക് ഷോർട്ട് വീഡിയോ ഇടാനും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. വീട്ടിൽ നിറച്ചും ആൾക്കാരും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പുറത്ത് പോലും അതിൻ്റെ ഇടയിൽ വണ്ടർലയിലും പോയി. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടർല പറഞ്ഞത്. അങ്ങനെ വണ്ടർലയിലും പോയി, റൈഡിലും കയറി. പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു. അതൊരു അന്യതായിരുന്നു, എനിക്ക് നല്ല പേടിയായിരുന്നു. ആദ്യം പോണ വരെ എനിക്ക് കുഴപ്പമുണ്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല പേടിയായതുകൊണ്ട് കയറാൻ പറ്റില്ല. നമ്മൾ വാട്ടർ റൈഡിൽ മാത്രമേ കയറിയുള്ളൂ. പിന്നെ ഞാൻ പുഴു ഉണ്ടായിരുന്നു, ഒരു ഫ്രോഗ് ഉണ്ടായിരുന്നു, അതിലും കയറി. വാട്ടർ റൈഡിൽ മിക്കതിലും ഒരെണ്ണത്തിൽ പെട്ടെന്നിങ്ങനെ കെട്ടിങ്ങനെ വെച്ചിട്ട് ഒറ്റൊന്ന് താഴത്തേക്ക് പോകുന്ന സാധനമുണ്ട്, പുന്നൂർ. അതൊഴിച്ച് ബാക്കി എല്ലാ വാട്ടർ റൈഡിലും കയറി. പിന്നെ ഒരു ഫ്രോഗിലും കയറി. പിന്നെ മറ്റേ ഇതിലൊന്നും കയറിയില്ല. സാധാ ഈ ചുറ്റി കറങ്ങണേലേ, അതെനിക്കിഷ്ടമല്ല, വൃത്തിയിട്ട സാധനം. അപ്പോൾ അതിലൊന്നും കയറിയില്ല, ബാക്കി എല്ലാത്തിലും കയറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഓണവും കഴിഞ്ഞു. ഇപ്പോൾ ആരുമില്ല കേസ് വീട്ടിൽ. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കായ ഫീല്. എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ ഓണത്തിന് മുന്നേയൊക്കെ നമ്മൾ ചറ പറയുന്ന അൺബോക്സിങ് വീഡിയോ എടുക്കും. അൺബോക്സിങ് ടക്കടാന്ന് പറഞ്ഞ് എടുക്കും. പക്ഷെ എടുക്കാനൊരു മൂഡില്ല. വീട്ടിൽ ഇത്രയും നാൾ ഒച്ചപ്പാട് ലഹളയായിട്ട് ഇപ്പം ആരുമില്ലാത്തതുപോലെ. നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ വീട്ടിലുള്ളവർക്ക് മിക്കവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പൂവൊക്കെ വെച്ച് അലങ്കരിച്ചാണ്, പൂവല്ല സോറി, പ്ലാസ്റ്റിക് പൂവാണ്, അതൊക്കെ വെച്ച് അലങ്കരിച്ചാണ്. വളരെ ശോകമാണ് കൈ, സത്യം പറയാലോ. മൂഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ മൂഡ് ഔട്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ മഴയും പെയ്തു. ശോകം ഗൈസ്, വളരെ ശോകം, വൻ ശോകം. അപ്പം ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ വ്ളോഗിങ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മൾ വ്ളോഗിങ്ങും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അൺബോക്സിങ്ങൊക്കെ ചെറിയ വീഡിയോസ് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചും. പിന്നെ എന്താ പറയാനുള്ള, ഇതൊക്കെ തന്നെ ശോകമാണ്, വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം.